വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ആപത്തുകളെ തൊട്ട് കാക്കട്ടെ. ഇന്ന് സഫറിലെ അവസാനത്തെ ബുധനാണല്ലേ. ഈ ബുധനാഴ്ച ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഈ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കണില്ല. പക്ഷെ ചില ദിവസങ്ങൾ നമ്മളൊന്ന് നിർത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടല്ലേ. അതുപോലുള്ളൊരു ദിവസമാണ് ഇന്ന് അവസാനത്തെ സഫറിലെ ബുധനാഴ്ച ദിവസം. ഈ ഒരു ദിവസത്തെക്കുറിച്ചിട്ട് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം. അപകടങ്ങളും പ്രയാസങ്ങളും നീങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് ലക്ഷക്കണക്കിന് ആപത്തുകളെ ഇറക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ പടച്ചോൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാനും ഒരു ബുദ്ധിമുട്ടും നമ്മളിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള ഒരു അമല് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയിട്ട് അത് ചെയ്താലോ? അപകടങ്ങളും പ്രയാസങ്ങളും നീങ്ങുന്ന ഈ ഒരു ദിവസത്തിൽ, എന്നാൽ നമുക്കിടയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു ദിവസത്തിൽ പടച്ചോൻ്റെ ആ ഒരു അടിയുറച്ച വിശ്വാസമാണല്ലേ നമുക്ക് വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, പടച്ചോൻ ഉദ്ദേശിക്കാത്ത ഒരു അപകടവും നമ്മളിലേക്ക് എത്തൂല. പടച്ച തമ്പുരാൻ കാത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസവും നമ്മളെ തകർക്കാനും കഴിയൂല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ ഒരിക്കലും നിങ്ങളൊരു പേടിയോടെ കാണേണ്ടതില്ല അല്ലേ. പകരം അള്ളാഹുവിലേക്ക് അടുത്ത് കൂടുതൽ പടച്ചോനുമായിട്ട് ഒരവസരം ഉണ്ടാക്കി നമുക്ക് റബ്ബിലേക്ക് തിരിഞ്ഞിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു ദിവസം രാവിലെ യാത്ര പോവുകയാണ്. അത് സുരക്ഷിതമായിട്ട് അവസാനിക്കുന്നത് പോലും പടച്ചോൻ്റെ അനുഗ്രഹമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം സുരക്ഷിതമായിട്ട് തിരികെ വീട്ടിലെത്തുക എന്നത് വലിയ അനുഗ്രഹം തന്നെയല്ലേ. നമ്മൾ സാധാരണയായി അതിൻ്റെ വില മനസ്സിലാക്കണില്ല. ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകാവുന്ന ജീവിതമാണ് നമ്മളിൽ പല ആളുകളുടെയും. അതുകൊണ്ട് തന്നെ സുരക്ഷയും സമാധാനവും ചോദിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ വീടിന്, കുടുംബത്തിനും, മക്കൾക്കും, മാതാപിതാക്കൾക്കും, നമ്മൾ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ദിവസത്തിൽ ദുആ ചെയ്യണം. കണ്ണിൽ കാണാത്ത അപകടങ്ങളിൽ നിന്നും അറിയാത്ത പ്രയാസത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക തന്നെ ചെയ്യണമെന്ന്. നമ്മൾ അറിയാത്തതെല്ലാം അള്ളാഹുവിന് അറിയുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ കാണാത്ത അപകടങ്ങൾ പടച്ചോൻ കാണുന്നുണ്ട്. നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പേ നമ്മളെ സംരക്ഷിക്കാൻ കഴിയുന്നതും പടച്ചോൻക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നിമിഷം എല്ലാം ഒന്ന് മാറ്റിവെച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയത്തോടു കൂടെ നിങ്ങളൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കാക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഞങ്ങൾക്ക് അറിയാത്ത ഇടങ്ങേറുകൾ ഞങ്ങളിൽ നിന്ന് അകറ്റണേ എന്ന് നമുക്ക് റബ്ബിനോട് ചോദിക്കാം. വരാനിരിക്കുന്ന ദിവസത്തേക്കാൾ മുഴുവൻ ആരോഗ്യത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും ജീവിക്കാൻ ഞങ്ങൾക്ക് കാവൽ നൽകണേ. ഒരു വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീടുകളിൽ പടച്ചോൻ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ യാത്രകളിലൊക്കെ പടച്ചോൻ സുരക്ഷിതമായിട്ടുള്ള യാത്രകളാക്കി തീർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല സമാധാനം നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ശാന്തമാക്കി തരട്ടെ. ഈ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ദിവസമല്ല നമ്മളെ സംരക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, പടച്ചോൻ്റെ അടുത്തേക്കൊന്ന് തിരിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. അപ്പം നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നതാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് നിങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ദിക്റിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസത്തിൽ മറ്റ് അമലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. നമുക്ക് വെറുതെ അതൊന്ന് കണ്ണോടിച്ചതിന് ശേഷം ആ ഒരു കാര്യം നോക്കാം. ഇന്ന് ആദ്യം ഇശാ നിസ്കാര ശേഷമാണ് നമ്മൾ ചൊല്ലി തുടങ്ങേണ്ടത്.
എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്വലാത്തായിട്ടുള്ള സ്വലാത്തുൽ ഫാത്തിഹിനെ 20 തവണ ചൊല്ലാണ് വേണ്ടത്. അതിനുശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള ആ ഒരു ദിക്റിനെ 450 തവണ ചൊല്ലാണ് വേണ്ടത്. അതിന് ശേഷം അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള ഇസ്മ യാ ലത്തീഫ് യാ അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ 129 തവണ ചൊല്ലണം. അതിനുശേഷം വീണ്ടും നമ്മൾ 20 സ്വലാത്ത് തന്നെ ചൊല്ലണം. അത് സ്വലാത്തുൽ ഫാത്തിഹിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സൂറത്ത് യാസീനിനെ 1 തവണ ഓതുക എന്നുള്ളതും സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ള ആ ഒരു ആയത്തിനെ 313 തവണ ചൊല്ലുക എന്നുള്ളതും. അപ്പോൾ ഇത് നിങ്ങൾ ആരും തന്നെ മറക്കാതിരിക്കുക അല്ലേ. സ്വലാത്തുൽ മുഞ്ചിയെ കൂടെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇസ്മായിട്ടുള്ള യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ള ഇസ്മിനെ ഇന്നത്തെ ദിവസത്തിൽ കൂടുതലായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അത്തരത്തിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നമ്മിലേക്ക് ഇറക്കൂല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാറില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വിഷയമായിട്ട് ഇനി വീണ്ടും കാണാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.